ഞങ്ങൾക്ക് അതേപോലെയുള്ള ചർച്ചയാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാവവും രൂപവും പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും. ഈ സ്ത്രീകളായ ഞങ്ങൾക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കുടുംബം വിട്ട് നിൽക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് വീട്ടുകാർക്കും ഉണ്ട്. പിന്നെ നിൽക്കുന്ന ആശമാർക്കുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സർക്കാരിനോടാണ്, യൂണിയൻ നേതാക്കന്മാരോടല്ല. അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. CITU ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം മന്ത്രിയൊന്നുമല്ല, അദ്ദേഹം ഇന്നിപ്പം ഭരണകക്ഷിയിൽ ആരുമല്ല. നമസ്കാരം. ഇന്ന് ആശാവർക്കർമാരുടെ സമരം 53-ാം ദിവസം പിന്നിടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്തായാലും ഓണറേറിയുമായി, അതായത് സംസ്ഥാനം വർദ്ധിപ്പിക്കേണ്ട ഓണറേറിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശാ വർക്കർമാരുമായി ഇന്ന് 3:30-ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഇത് 3-ാം വട്ടമാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഏറെ നിർണായകമായൊരു ചർച്ച ആയി തന്നെയാണ് ആശാ വർക്കർമാരും നമ്മുടെ കേരള പൊതുസമൂഹവും എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ചേച്ചി, ഇന്ന് ഒരു നിർണായകമായൊരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? 3 വട്ടമായല്ലോ. പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ അവകാശങ്ങൾ തന്ന് പിന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ മന്ത്രി തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായില്ലേ, 53 ദിവസമായി നിരാഹാരവും സമരവും എല്ലാം കൂടി ആയിട്ട്. അപ്പം ഈ സ്ത്രീകളായ ഞങ്ങൾക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കുടുംബം വിട്ട് നിൽക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് വീട്ടുകാർക്കും ഉണ്ട്. പിന്നെ നിൽക്കുന്ന ആശമാർക്കുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. അപ്പം ഞങ്ങളെ ഈ കാര്യം അവകാശങ്ങൾ തന്ന് ഞങ്ങൾ ഈ ചർച്ച എന്ന് വിജയിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മൾ അധിക പേരും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ചർച്ചയിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്, നിങ്ങൾ സമരം നിർത്തണം എന്നുള്ള മറുപടി എല്ലാം തന്നെയായിരുന്നു കണ്ടിരുന്നത്. അത്തരത്തിലുള്ളൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇന്ന് ആശാവർക്കർമാരുടെ ചർച്ച വീണ്ടും വിളിച്ചിരിക്കുകയാണ് മന്ത്രി. നിർണായകമായ തീരുമാനം ഉണ്ടാകുമോ? കാരണം 2 വട്ടം ചർച്ച നടത്തി, അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടായില്ല. ഞങ്ങൾക്ക് അധികം വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. പ്രതീക്ഷയില്ലെന്ന് പറയാൻ കാരണം കഴിഞ്ഞ 2 പ്രാവശ്യവും എളമനം കരീം ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ പിടിവാശിയാണ് എന്നാണ്. പക്ഷേ പിടിവാശിയാണെന്ന് പറഞ്ഞത് അവർ മാത്രമാണ് പറഞ്ഞത്. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഡിമാൻഡുകളെ ആസ്പദമാക്കിയിട്ട് യാതൊരു കാര്യവും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പരാജയമായിരുന്നു എന്ന് പറയാൻ കാരണം. ഇന്ന് ഞങ്ങൾക്ക് അതേപോലെയുള്ള ചർച്ചയാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാവവും രൂപവും പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും. ഏതായിരുന്നാലും ഈ 54 ദിവസം പിന്നിടുന്ന ഈ അവസരത്തിൽ ഈ ചർച്ച നല്ല രീതിയിൽ, അതായത് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവായിട്ടുണ്ട് എങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഞങ്ങളെ വിടാതെ അത് രമ്യമായി പരിഗണിക്കാൻ കിട്ടിയ സമയം വിനിയോഗിക്കാൻ വേണ്ടി മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. കാരണം കഴിഞ്ഞ ചർച്ചയിലും ധനസ്ഥിതി മോശമാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും സമരം നിർത്തണമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പരിദേവനങ്ങൾ പറയാനാണ് ഇനി വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി ചർച്ചയ്ക്ക് വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. ഞങ്ങളുടെ എന്തിനാണോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവാകുന്നത് വരെ ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും. ഈ മറ്റ് തൊഴിലാളി സംഘടന, അതായത് INTUC പോലെയുള്ള തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് സമരസമിതിക്ക് ഒരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ് അംഗീകരിക്കണം. അത് സർക്കാരിനോടാണ് പറയാനുള്ളത്. സർക്കാർ അത് അംഗീകരിച്ച് തരണം. അതിന് സപ്പോർട്ട് ചെയ്യുവാണ് എങ്കിൽ ഞങ്ങളതിന് സ്വാഗതം ചെയ്യും. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്ന് ഇളമനം കരീം സാറ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ CITU യൂണിയൻ ഒരു കാരണവശാലും പിന്താങ്ങത്തില്ല എന്നുള്ള ഒരഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. CITU ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം മന്ത്രിയൊന്നുമല്ല, അദ്ദേഹം ഇന്നിപ്പം ഭരണകക്ഷിയിൽ ആരുമല്ല. തൊഴിലാളി യൂണിയൻ്റെ നേതാവെന്ന് പോലും പറയാൻ ഇപ്പം കഴിയില്ല. ആ രീതിയിലാണ് അദ്ദേഹം ഉള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തോട് വാക്കുകൾക്കൊന്നും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ
ചർച്ച ചെയ്യാൻ പോകുന്നത് സർക്കാരിനോടാണ്, യൂണിയൻ നേതാക്കന്മാരോടല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവാകത്തക്ക രീതിയിലുള്ള ചർച്ച വന്നാൽ അത് വിജയമാണെന്ന് പറയാം. ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് പുതിയ നടപടിയിലേക്ക് ഞങ്ങളുടെ നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. ആ പുതിയ നടപടിയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായി. എന്തായാലും ആശാവർക്കർമാരെ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് നമ്മുടെ മന്ത്രി വീണ ജോർജ് ഇന്ന് 3:30 വിളിച്ചിരിക്കുകയാണ്. ഏറെ നിർണായകമായി തന്നെയാണ് ഇതിനെ ആശാവർക്കർമാർ പലരും നോക്കിക്കാണുന്നത്. ഇക്കഴിഞ്ഞ ചർച്ചകളിലെല്ലാം തന്നെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായല്ല നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. ധനസ്ഥിതി വളരെ മോശമാണ്, നിങ്ങൾ സമരം നിർത്തിപ്പോകണമെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് 3ാം വട്ടം ചർച്ചയ്ക്ക് വിളിച്ചതിൽ എന്ത് തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നതാണ് കേരള സമൂഹം ഒട്ടുക്കെ കാത്തു നിൽക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.